ഹലോ എവരിവൺ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ സ്ഥിരം പോകാറുള്ള റിയാദിലുള്ള ഒരു പാർക്കാണ് കേട്ടോ. ഇതുകൂടാതെ ഞാൻ 3-4 പാർക്കിൽ പോയിട്ടുണ്ട് റിയാദിൽ തന്നെ. പക്ഷേ ഞാൻ ഇതുവരെ പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർക്കാണിത്. ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ കുറേ പാർക്ക്സ് റിയാദിൽ. അതൊക്കെ ഞാൻ വഴിയെ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പാർക്കിൻ്റെ പേരെന്ന് പറയുന്നത് അൽ ജസീറ പാർക്ക്. അത് റിയാദിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് പോയിരിക്കുന്നത് തേഴ്സ്ഡേ നൈറ്റിൽ പോയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പാർക്കിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ നല്ല തിരക്കായിരിക്കും കേട്ടോ. തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും. സ്നാക്സും ടീ, കോഫി, വാട്ടർ, പിന്നെ കുട്ടികൾക്കുള്ള കുറേ കുഞ്ഞു കുഞ്ഞ് ടോയ്സ്, പിന്നെ ഐസ്ക്രീം, അതൊക്കെ സെല് ചെയ്യുന്ന കുറേ ഷോപ്സ്, കുഞ്ഞു കുഞ്ഞു ഷോപ്സ് കാണാൻ പറ്റും. പിന്നെ കുഞ്ഞു കുഞ്ഞു കഫേസ് ഉണ്ട്, അല്ലാതെ ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന കഫേസ് ഉണ്ട്. അത് അല്ലാത്ത നോർമൽ ഡേയ്സും കാണാറുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് കേട്ടോ പാർക്ക്. വലിയവർക്കും കുഞ്ഞു പിള്ളേർക്കും ഒക്കെ ഊഞ്ഞാലാടാൻ പറ്റിയ സ്പേസസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ഒരുപാട് ഫാമിലീസിനെ കാണാൻ പറ്റും. അവരൊക്കെ ഫാമിലി ആയിട്ട് വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യും. ഇവിടെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ. റിയാദിൽ കൂടുതലും പാർക്ക്സ് ഇങ്ങനെ സിറ്റിയുടെ നടുക്ക് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയയുടെയൊക്കെ അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ലേക്ക് സൈഡ്, ബീച്ച് സൈഡൊക്കെ അല്ലേ. റിയാദിൽ ബീച്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബീച്ചും ലേക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്ക പാർക്ക്സുകളും ഇങ്ങനെ സിറ്റിയുടെ നടുക്കായിട്ടാണ് വരുന്നത്. ഇതേ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് സൈഡിൽ. ഇതൊക്കെ തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അല്ലാതെ കുറേ ബെഞ്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് കിഡ്സിനെ കൊണ്ടുവരുന്നവരുണ്ട്. അതല്ലാതെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ട്, അതായത് നടക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് ലാർജ് ഏരിയ ആണ്, നടക്കാനായിട്ട് നല്ല സ്പേസും ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ വീഡിയോ. ഞാൻ വീഡിയോയുടെ ആക്ച്വൽ സൗണ്ട് മ്യൂട്ട് ചെയ്യുന്നില്ല. കാരണം മ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും എന്താ ഇവിടെ ഹാപ്പൻ ചെയ്യുന്നതെന്ന്. സോ ഞാൻ മ്യൂട്ട് ചെയ്യുന്നില്ല. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ടോയ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞ് സ്കൂട്ടർ, കാർ, ഇതൊക്കെ റെൻറ്റിന്. എനിക്ക് തോന്നുന്നു അവർലി ആണെന്ന് തോന്നുന്നു ഇവർ ചാർജ് ചെയ്യുന്നത് റേറ്റ്. തേഴ്സ്ഡേയും ഫ്രൈഡേയും കുറേ ടൈപ്പ് ഓഫ് ടോയ്സ് കാണും. പക്ഷേ നോർമൽ ഡേയ്സിൽ അധികം കാണൂല. അപ്പോൾ കണ്ടില്ലേ നിരത്തി വെച്ചേക്കുന്നത്. അപ്പോൾ കുട്ടികളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വരാറുണ്ട് ഈ പാർക്കിൽ. അതുകൂടാതെ ഈ പാർക്കിൽ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. പ്ലേ ഏരിയ മീൻസ് ലൈക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ്, ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള സ്പേസ്, ക്രിക്കറ്റ് കളിക്കാനുള്ള സ്പേസ്, അങ്ങനെ ഒരു വലിയ ഒരു ഏരിയ ഫ്രീ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റിനും ബാസ്കറ്റ് ബോളിനും ഫുട്ബോളിനും വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഈ നെറ്റ് വെച്ചാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാ ദിവസവും അവിടെ ആൾ കാണും കേട്ടോ. എല്ലാ ദിവസവും എല്ലാവരും വരും. സൗദിയിലുള്ളവരും മലയാളീസും ഹിന്ദിക്കാരും നമുക്ക് എല്ലാവരും കാണാൻ പറ്റും അവിടെ. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ലോണൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഗ്രീൻ സ്പേസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവർ. നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പാം ട്രീസും പിന്നെ അല്ലാതെ നല്ല ലോണും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാ ഫാമിലീസും പിന്നെ കുറേ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പും അങ്ങനെ അവരവരുടെ തേഴ്സ്ഡേ ഫ്രൈഡേ ആണല്ലോ വീക്കെൻഡ് സൗദിയിൽ.
അപ്പോൾ അവരവരുടെ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്നത് അവർ കുറേ നേരം ഇരിക്കും. രാത്രി 12-11 മണി വരെയൊക്കെ ഇത് ഭയങ്കര ആക്റ്റീവായിരിക്കും ഈ പാർക്ക്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ മോസ്ക് ഉണ്ട് കേട്ടോ. ലൈക്ക് വാഷ് ഏരിയ എല്ലാം ഉണ്ട് അവിടെ. ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് വാഷ് ഏരിയയും പുറത്ത് അവിടെ മാറ്റൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയമാകുമ്പോൾ ദൂരെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ വന്ന് നിസ്കരിക്കാം. ഇത് വേറൊരു കുഞ്ഞു ഷോപ്പാണ് കേട്ടോ. ഒരു ഫെയറി ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇമ്പ്രസീവായിട്ട് തോന്നി. ഇവരും ഫ്രൈഡേ, തേഴ്സ്ഡേ ആ ഡേയ്സിൽ മാത്രമേ ഈ ഷോപ്പുകാരും വരാറുള്ളൂ, അല്ലാത്ത ദിവസം ഇവരെ കാണാറില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് എടുത്തു പാർക്ക് ഫുള്ളൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ. ആ സൈഡിലായിട്ടാണ് പാർക്കിംഗ് ഏരിയ വരുന്നത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാറിൻ്റെ എണ്ണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം തിരക്കുണ്ടെന്ന് ഈ ദിവസങ്ങളിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.